നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച് രാഹുൽ ഈശ്വർ രംഗത്ത്. വന്നിട്ടേ എന്ന സൊല്ല് തിരുമ്പി വന്നിട്ടേ എന്ന സൊല്ല് എന്നാണ് രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിൽ കുറിച്ചത്. എത്ര കാലം കള്ളക്കേസിൽ അകത്തിട്ടാലും അവൻ തിരിച്ചു വരുമെന്നും സത്യം തെളിയിച്ച് തിരിച്ചടിക്കുമെന്നും രാഹുൽ ഈശ്വർ കുറിക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചു എന്ന പരാതിയിൽ നേരത്തെ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ശക്തമായി അനുകൂലിക്കുന്നതിനിടെയാണ് പരാതിക്കാരി അവഹേളിച്ചത്. 16 ദിവസത്തിന് ശേഷമാണ് ജാമ്യം ലഭിച്ചത്. ജാമ്യത്തിലിറങ്ങിയ ശേഷവും രാഹുൽ ഈശ്വർ യുവതി അധിക്ഷേപിച്ചു. അതിജീവിതയെ വീണ്ടും അപമാനിച്ച് രാഹുലിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിക്കുകയും ചെയ്തു. ജാമ്യം അനുവദിച്ചപ്പോൾ പരാതിക്കാരിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തരുതെന്ന് കോടതി കർശന നിർദ്ദേശം നൽകി. ഈ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. 3ാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടൽ എംഎൽഎക്ക് പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 2 ആഴ്ചയിൽ അധികമായി ജയിലിൽ കഴിയുകയായിരുന്നു രാഹുൽ. പരാതിക്കാരിയുമായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് എന്ന് സ്ഥാപിക്കുവാനായിരുന്നു പ്രതിഭാഗത്തിന്റെ ശ്രമം. വൻ സ്വീകരണം ഒരുക്കുവാൻ അനുയായികൾ തയ്യാറായി കഴിഞ്ഞു. രാഹുലിന്റെ ജനപ്രീതിക്ക് ഒരിടവും വന്നിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റുകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കഴിഞ്ഞു. രാജേന്ദ്രകുമാർ എന്നൊരാൾ കുറിച്ചത് നീതി, അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ ആരുമല്ല, ഞാൻ പുള്ളിയെ കണ്ടിട്ട് പോലുമില്ല. പുള്ളിയുമായി യാതൊരു ബന്ധവും എനിക്കില്ല. എങ്കിലും പറയട്ടെ, സ്ത്രീ പീഡകനാണെങ്കിൽ അദ്ദേഹം മാപ്പർഹിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിനെതിരെ ഈ സമീപകാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാക്കിയാൽ നീതി അദ്ദേഹത്തിനും അവകാശപ്പെട്ടതാണ്. ഏതോ ഒരാളിനെ എടോ എന്ന് വിളിച്ചതിന്റെ കോലാഹലമല്ലേ ഈ കാണുന്നതൊക്കെ? അതിന് ഇത്രയും കടുത്ത നടപടി വേണമായിരുന്നു. ചെവിക്ക് പിടിച്ച് ഒരു കറക്ക് കറക്കി CPMന്റെ ഒരു യുവ നേതാവ് പറഞ്ഞതുപോലെ, എടാച്ചക്ക, പ്രായമുള്ള മനുഷ്യനാണ്, മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് താക്കീത് ചെയ്ത് അങ്ങ് വിട്ടാൽ പോരായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാലം ഈ കേസിന്റെ ആധാരശിലകൾ എവിടെയായിരുന്നു? ചിതലരിച്ച സംഭവങ്ങൾ ചികഞ്ഞെടുക്കുവാൻ പാകത്തിൽ പുള്ളി രാഷ്ട്രീയ ഭൂമണ്ഡലത്തിൽ വളർന്ന ഒരു കാരണമായി കൂടെ. എന്തായിരുന്നു ആ കുറിപ്പ്? ശ്രീദേവ് സോമൻ എന്നൊരാൾ കുറിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലും ജാമ്യം അനുവദിച്ചു കോടതി. പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെന്ന പൂർണ്ണമായ ബോധ്യം കേരള പൊതുസമൂഹത്തിനുണ്ട് എന്നായിരുന്നു. അഷ്റഫ് കെ എന്നൊരാൾ കുറിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഈ പാവത്തിന് ജാമ്യം ഇനിയും എത്ര ദ്രോഹമുണ്ടാകും? രാഹുലെ വിഷമിക്കേണ്ട, ദ്രോഹിക്കുന്നവരുടെ കാലം തീരാറായി എന്നാണ് കുറിച്ചത്. MC ഭവ എന്നൊരാൾ കുറിച്ചത് അന്തം കമ്മികളുടെ പെണ്ണുകേസ് കണ്ടിട്ട് ഉമ്മൻചാണ്ടി പേടിച്ചിട്ടില്ല, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായിരുന്നു? അതേസമയം രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന ചോദ്യം വരുമ്പോൾ DCC അധ്യക്ഷൻ A തങ്കപ്പന്റെ പ്രതികരണം പുറത്തു വന്നിരുന്നു. പാലക്കാട് സ്വതന്ത്രനായി രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കില്ലെന്നാണ് വിശ്വാസമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അത്തരമൊരു ചിട്ടത്തിലേക്ക് രാഹുൽ നീങ്ങുമെന്ന് കരുതുന്നില്ല. പാർട്ടിയുടെ നിയന്ത്രണമില്ലാത്തതിനാൽ മത്സരിക്കുന്നതിനെ കുറിച്ച് പറയുവാൻ രാഹുലിന് സ്വാതന്ത്ര്യമുണ്ട്. പാലക്കാട് കോൺഗ്രസിന്റെ സീറ്റാണെന്നും ഈ തങ്കപ്പൻ വ്യക്തമാക്കി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലെ 8 സീറ്റുകൾ വരെ UDF വിജയിക്കും. സീറ്റുകളുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു പറയുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ 20% വോട്ട് കൂടുതൽ ലഭിക്കും. ഇടത് ഭരണത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെയാണ് വോട്ട് ലഭിക്കുക. പാലക്കാട് ജില്ലയിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് അന്തിമ തീരുമാനം വന്നിട്ടില്ലെന്നും ഈ തങ്കപ്പൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. പാർട്ടി ആവശ്യപ്പെട്ടാൽ അപ്പോൾ തീരുമാനം പറയും. പട്ടാമ്പി, കോങ്ങോട് സീറ്റുകൾ വെച്ചുമാറുന്നതിനെ കുറിച്ച് ആരും ചർച്ച ചെയ്തിട്ടില്ല. കോൺഗ്രസ് ആരോടും ആവശ്യപ്പെട്ടിട്ടുമില്ല. UDF യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നുമാണ് A തങ്കപ്പൻ കൂട്ടിച്ചേർത്തത്.